ഹലോ, ഞാൻ കവ്യാനകാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് 10 മണി വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് 10 മണിയുടെ കട്ടിങ്സൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വാങ്ങിച്ചൊന്നും പിടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ 20 കളർ വാങ്ങിച്ചു. അതിൽ ഏകദേശം ഒരു 10-12 കളറൊക്കെ വിരിഞ്ഞിട്ടുണ്ടാവണം. ഞാൻ രാവിലെ ജോലിക്ക് പോണതുകൊണ്ട് എനിക്കിത് വിരിയണത് എടുക്കാനേ പറ്റാറില്ല കേട്ടോ. ഇന്ന് സൺഡേ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കളറൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരെയും ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ 10 മണിയൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഴ നനയാത്തെടുത്തിട്ട് എടുത്ത് വെക്കുക, അത് മാത്രമേ ആകുള്ളൂ കേട്ടോ. എന്നാലും 10 മണിയൊക്കെ കുറച്ചൊക്കെ പോയി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ എൻ്റെ പണി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതൊക്കെ മഴ കൊള്ളാത്ത സ്ഥലത്തിട്ട് എടുത്ത് വെക്കലായിരുന്നു. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വെയിൽ കിട്ടാൻ ചാൻസ് ഇല്ല. വെയിൽ കിട്ടിയാൽ മാത്രമല്ലേ 10 മണി നല്ല രീതിയിൽ തന്നെ പോയിട്ട് വരും. ഇനി കുറച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയാലോ 10 മണിയെക്കുറിച്ച്. അതായത് 10 മണിക്ക് നമ്മൾ എടുക്കുന്ന പോട്ടിങ്സിനെ കുറിച്ച്. ഇത് നല്ല ഇളക്കമുള്ള മണ്ണെടുക്കുക. ഇളക്കമുള്ള മണ്ണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അടിഭാഗം ഒരു കുഴി ഒഴിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തെ മണ്ണെടുക്കാതെ മേൽ മണ്ണ് നോക്കി എടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വെള്ളം നന്നായി തന്നെ വാർന്നു പോകാനും ഉള്ളൊരു പോട്ടി മിക്സ് ആയിരിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ എന്ത് വേണേലും ആഡ് ചെയ്യാം. പിന്നെ 10 മണി നടാനായിട്ട് എപ്പോഴും നല്ലത് പരന്ന പാത്രമായിരിക്കണം. പരന്ന പാത്രമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടാകും. അതുപോലെ തൂക്കിയാണ് ഇപ്പം ഞാൻ ഹാങ് ചെയ്താണ് ഇട്ടേക്കണം. അതുകൊണ്ട് തന്നെ ചട്ടി തിങ്ങി നിറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് കൊമ്പുകളൊക്കെ മാറ്റി നടേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ മണ്ണിലോ ഒക്കെ നടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പിന്നെ ഒരിക്കലും നമ്മൾ എടുക്കുന്ന ഈ മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കരുത് കേട്ടോ. വെള്ളം കെട്ടി നിൽക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ചരല മണലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പാറപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് 10 മണി നടാം കേട്ടോ. അപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും. ഈ 10 മണിയുടെ വേര് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള വേരുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കമുള്ള മണ്ണുകളായിരിക്കും ഏറ്റവും ബെറ്റർ. എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന വളമെന്ന് വെച്ചാൽ പച്ചക്കറി വേസ്റ്റ് പൊളിപ്പിച്ചത് അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റ് അടിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് അത് ഡയലൂട്ട് ചെയ്ത് കൊടുക്കും. മുട്ടത്തോട് ഒടിച്ചിട്ട് കൊടുക്കും. ചാരവും മുട്ടത്തോടും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ 10 മണിയിൽ കൂടുതൽ പൂക്കളുണ്ടാവാനും 10 മണി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ 10 മണി വെക്കാൻ ശ്രമിക്കുക. അത് ഗ്രോ ബാഗിലായാലും ചട്ടിയിലായാലും ഹാങ്ങിങ് ആയാലും എങ്ങനെയായാലും നല്ല വെയിലുള്ള എടുത്ത് വെക്കാൻ ശ്രമിക്കുക. എനിക്കിപ്പോൾ വെയിൽ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂക്കളും കുറയുന്നത്. ഇപ്പം ഞാൻ വെച്ചേക്കുന്ന സ്ഥലത്ത് നല്ല വെയിൽ കിട്ടുന്നുണ്ട്. നമുക്ക് 10 മണിയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് എസ്എം സാൾട്ട് 15 ദിവസം കൂടുമ്പോൾ കലക്കി ഒഴിച്ചാൽ നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ.